ഹലോ വെൽക്കം ബാക്ക് ടു ലെഡ്ജർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് കേട്ടോ. ബിക്കോസ് ഇന്ന് ഈ വീഡിയോ ഇടുമ്പം ഐ എം വെരി ഹാപ്പി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു പേഴ്സണൽ അക്കൗണ്ടിനെ കുറിച്ച്. അപ്പം ഞാനിപ്പോൾ ഈ ചാനലും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കങ്ങനെ അധികം ഫോളോവേഴ്സോ എനിക്കങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല. എൻ്റെ ഈ ചാനലും ഈ പേജും ഒന്നും ഞാൻ ആർക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടുമില്ല. ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് എൻ്റെ പാരൻസിന് മാത്രമാണ്. ബിക്കോസ് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനോ എന്താണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇല്ലേ? ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ എന്നുള്ളൊരു പോളിസിയാണ് എനിക്ക്. എൻ്റെ ഇന്നലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് അയച്ചത് വേറെ ആരുമല്ല, എൻ്റെ അടുത്ത ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ ഓൺലി. എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചു. പുള്ളിക്കാരി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഡൗട്ട് എന്ന് പറയുന്നത് എനിക്ക് അക്കൗണ്ട്സ് പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായ ഒരു ഡൗട്ടാണ്. അത് എൻ്റെ ഫാദർ എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നൊരു ഡൗട്ടാണ്. സോ അത് പെട്ടെന്ന് കേട്ടപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിച്ച് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഒരാൾ നമ്മുടെ വീഡിയോ, അതും അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട്, പുള്ളിക്കാരി IT ആണ്, കണ്ട് അതിലൊരു ഡൗട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഐ തോട്ട് ആ ചോദിച്ച ചോദ്യം ഇവിടെ ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്നലെ പറഞ്ഞു ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്ന്. ഓക്കെ, അത് പേഴ്സണൽ അക്കൗണ്ട് ആണെന്നും പറഞ്ഞു. സോ ബാങ്കിൽ പക്ഷേ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും പൈസ വിഡ്രോ ചെയ്യുമ്പം അല്ലെങ്കിൽ ബാങ്ക് ചാർജ് വരുമ്പോൾ ഒക്കെ ഡെബിറ്റും ആണല്ലോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഡിഫറൻസ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്ന ഒരു ഫേമിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ മതി. ബാങ്കിനെ സംബന്ധിച്ച് ഇവിടെ റൂൾസ് ഓഫ് ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും ബ്രോക്ക് ആവുന്നില്ല. ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പം സപ്പോസ് ഐ ഡെപ്പോസിറ്റ് സം മണി ഇൻ ടു ബാങ്ക്, എൻ്റെ ബുക്സിൽ അതെന്താണ്? അത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അസറ്റ് കൂടും, ഞാനതിനെ ഡെബിറ്റ് ചെയ്യും. ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്? ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിച്ച്, ബാങ്ക് കീപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിൻ്റെ പെർസ്പെക്റ്റീവ് വേണം ചിന്തിക്കാൻ. അപ്പോൾ ബാങ്ക് ചിന്തിക്കുന്നത് എന്താ? ഇവർ ഡെപ്പോസിറ്റ് ഇട്ടു, പക്ഷേ ഇത് ഞാൻ റീപേ ചെയ്യേണ്ടതല്ലേ? സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ക്രെഡിറ്റ്, അതായത് ബാങ്ക് നമുക്ക് തിരിച്ചു തരാനുള്ള പൈസയാണ്, അതുകൊണ്ടാണ് അവിടെ ക്രെഡിറ്റ് വരുന്നത്. ഒരാൾ പൈസ കുറച്ച് വിഡ്രോ ചെയ്തു. ഓക്കെ, ഞാൻ പോയി എൻ്റെ ബിസിനസ്സിന് അല്ലെങ്കിൽ പേഴ്സണലി പൈസ വിഡ്രോ ചെയ്തു. എൻ്റെ ബുക്സിൽ അതെന്താണ്? ക്രെഡിറ്റാണ്. ബിക്കോസ് ഞാനുണ്ടായിരുന്ന പൈസയാണ് വിഡ്രോ ചെയ്തത്. അവിടെ എന്ത് കുറഞ്ഞു? അസറ്റ് കുറഞ്ഞു. സോ നമ്മളതിനെ നമ്മുടെ ബുക്സിൽ ക്രെഡിറ്റ് ചെയ്തു. അതേസമയം ബാങ്ക് അത്രയും കൊടുക്കാനുള്ളത് കുറഞ്ഞല്ലോ. ബാങ്കിൻ്റെ ലയബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്തത്. ബാങ്ക് അപ്പോൾ അതിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇതാണ് കോൺസെപ്റ്റ്. ബാങ്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്തതായിട്ട് നിങ്ങളൊന്ന് കരുത്. അതായത് ബാങ്ക് പറയാണ്, the money in your account belongs to you, but from our side means ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് we owe that money to you, അതായത് ഞങ്ങൾ ആ മണി നിനക്ക് തിരിച്ചു തരേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡ് മാറുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ അക്കൗണ്ട്സിൻ്റെ റൂൾ ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും മാറുന്നില്ല, പക്ഷേ പേഴ്സ്പെക്റ്റീവാണ്. നമുക്കൊരു ട്രാൻസാക്ഷൻ നടന്നു, അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കോൺസെപ്റ്റിൻ്റെ ആ ഒരു ലോജിക്ക് പോകുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.